സന്തോഷമാണ് ശിനു എനിക്ക് സ്റ്റേജിൽ കയറ്റുന്നത്. അരുൺജിയുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെയാണ്. മാനേജരും സിജോ സാർ അടക്കം എല്ലാവരും പറഞ്ഞു അരുൺജിയെ വേദി കയറ്റിയേ പറ്റൂ. ഒരു മിമിക്രി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻപിലേക്ക് കയറിയിരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചെറിയൊരു പ്രോഗ്രാം കൂടെ ചെയ്യണം. അത് നന്നാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും കൈയടി പ്രതീക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് നിഷ്കളങ്കമായ പറച്ചില്ല, എനിക്ക് കൈയടി കിട്ടാൻ സാധ്യതയില്ലാന്ന്. പക്ഷെ കൈയടിച്ച കണ്ടവര് എന്താ പറയാൻ പോണേ, എന്താ ചെയ്യാൻ പോണേ? ജനാർദ്ദനൻ അദ്ദേഹത്തിന്റെ പഴയകാല സിനിമയിലെ ഒരു ശബ്ദമാണ്. ജനാർദ്ദനൻ കൊള്ളക്കാരായിരുന്ന സമയത്തല്ലേ? നല്ല ആളായിരുന്നപ്പോഴുള്ള സൗണ്ടാണ്. നല്ല പറയും അരുൺജി, ഞങ്ങൾ കേൾക്കട്ടെ. അടിപൊളി, സന്തോഷം. ഞാൻ ശ്രമിക്കാം. തോമസ് അല്ലേ? ആറ്റടിയാടോ. ഞാൻ പേട്ട, ഞാനത് വൈകുന്നേരം തന്നെ അങ്ങോട്ട് വരാം. പേട്ട ഫോണിൽ കൂടി പറഞ്ഞ എല്ലാം കുഴപ്പമാകും. പേട്ട ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെ നമുക്ക് കാണാം. ശരി എന്നാ, ഓക്കെ. സാറേ എന്റെ കൂടെ ഉണ്ട് കേട്ടോ. അരുൺജി വരുന്നുണ്ടോ കൂടെ? സനൽകുമാറിന്റെ മുഖത്തോടൊന്ന് കളിക്കുന്നുണ്ടോ ചേച്ചി? സനൽകുമാർ അദ്ദേഹത്തിന്റെ ഈ സ്റ്റേജിൽ അദ്ദേഹം വന്നാൽ ഇപ്പൊ ഇവിടെ സിനിമേട്ടം വന്നാൽ എന്ത് പറയുന്ന? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിത് കാസിനോ ഹോട്ടലിൽ ഞാൻ മുന്നും പലവട്ടം വന്നിട്ടുണ്ട്. അത് നല്ല ഹോട്ടൽ എന്ന രീതിയിൽ ഭക്ഷണമായാലും താമസിക്കാനായാലും ഞാൻ വന്നിട്ടുണ്ട്. ഇതിന് മുന്നും തൃശ്ശൂർ വന്നാൽ ഞാൻ ഇവിടെ തന്നെ വരാറുണ്ട്. ഇതിപ്പോൾ ഒരു പരിപാടിയായിട്ട് ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത്. ബാക്കിൽ ഓടിപ്പോയ ഇവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. വേറെന്താ വിശേഷം? നല്ല വിശേഷം. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഒപ്പം കിട്ടട്ടെ ഒരു ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സിനിമയുടെ ഹാപ്പി ന്യൂ ഇയർ. ഇത് സിനിമയുടെ സിനിമയിൽ പറയുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോ നമ്മൾ ലൈവായിട്ട് പറഞ്ഞതാണല്ലോ. സിനിമയിൽ അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? നിന്റെ ആളുകളിൽ ആ മുണ്ടൂരൻ അവനെന്നെ കൊണ്ടെടുത്ത് എങ്ങനെ പൊടി കൂടിപ്പോയി. ഞാനാണെങ്കിൽ അടിയിൽ കൊണ്ടിട്ടുണ്ടായി. ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ. ഫിഗർ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും മുഖത്തേക്ക് നോക്കുമ്പോഴേ നല്ലൊരു കലാകാരനെ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലാതെ ആദ്യം ഇതിന് മുന്നേ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്താണ് അതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊന്ന് ശ്രമിക്കാം. ശരി. ഞാനാകട്ടെ ജീവിതത്തിൽ വിവാഹമേ വേണ്ടത് ഉച്ചരാണ്. എന്നാൽ എൻ്റെ 42ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹമായി. 2 കുട്ടികളുടെ പിതാവാണ്. 4 കുട്ടികളുടെ പുതുമുത്തശ്ശനുമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ തൽക്കാലമൊന്നുമില്ല. തൽക്കാലത്തേക്ക് മാത്രമാണ് നമ്മുടെ അരുണേട്ടൻ. വേണ്ട, ഒരു സൗണ്ടും കൂടി ചെയ്യാം. ആയിക്കോട്ടെ. എന്തായാലും PS അച്യുതാനന്ദൻ ചെയ്തു. വെള്ളാപ്പള്ളി നടച്ചു. അദ്ദേഹത്തോട് ചെയ്തിട്ട് ഞാൻ പോവാം. ചെയ്യാല്ലേ? അല്ല പിന്നെ നമുക്ക് മാറി. എന്റെ കുഴപ്പമില്ല. വേണോ? ആ ഡയലോഗ് ഞാൻ മറന്നുപോയി. അതിപ്പോ പ്രശ്നമായി. എന്നാലും വെറുതെ അന്ന് പിടിച്ചാ മതി. അന്ന് പിടിച്ചാ മതി. അതിപ്പോ ഏത് ജാതിയാണ് അടുത്ത് തന്നെ ഞാൻ ചങ്ങനാശ്ശേരി സുഭാഷിതമായിട്ട് അതിനെപ്പറ്റിയൊരു ചർച്ച വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീട്ടിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു അരുണേട്ട, ഒത്തിരി സന്തോഷം.